ഹരിയാനയിൽ ബിജെപിക്ക് ഹാട്രിക്. മിന്നും ജയത്തിലൂടെ ബിജെപി മൂന്നാമതും അധികാരത്തിലേക്ക്. 90 സീറ്റുകളിൽ 50 ഇടത്തും ബിജെപി ജയം നേടി. തുടക്കത്തിലെയുള്ള കോൺഗ്രസ് ലീഡ് പിന്നീട് ഇടിയുകയായിരുന്നു. തുടക്കത്തിൽ ലീഡ് നിലയിൽ പാർട്ടിക്ക് മുന്നേറ്റമെന്ന ഫലസൂചന വന്നതോടെ ആഘോഷം തുടങ്ങിയ കോൺഗ്രസ് ലീഡിൽ വമ്പൻ ട്വിസ്റ്റ് വന്നതോടെ നിശബ്ദമായി. എക്സിറ്റ് പോളുകൾ കാറ്റിൽ പറത്തിയാണ് താമരത്തിളക്കം. ആം ആദ്മി ചലനമുണ്ടാക്കിയില്ല. നയാബ് സിംഗ് സൈനി തന്നെ വീണ്ടും മുഖ്യമന്ത്രിയായേക്കും. കർഷകർ ബിജെപിക്ക് വോട്ട് ചെയ്തെന്ന നേതൃത്വം. ഹരിയാനയിലെ വിജയാഹ്ലാദം പ്രകടിപ്പിക്കാൻ ദില്ലിയിൽ ബിജെപി ആസ്ഥാനത്ത് പ്രധാനമന്ത്രി പ്രവർത്തകരെ വൈകിട്ട് കാണും. ഹരിയാന മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനിയെ അഭിനന്ദിച്ച ബിജെപി ദേശീയ അധ്യക്ഷൻ JP നദ്ദ രംഗത്തെത്തി. എതിർ ഘടകങ്ങളെല്ലാം മറികടന്ന ഹരിയാനയിൽ ബിജെപി മുന്നേറിയ പശ്ചാത്തലത്തിലാണ് JP നദ്ദ ഹരിയാന മുഖ്യമന്ത്രിയെ അഭിനന്ദിച്ചിരിക്കുന്നത്. അതേസമയം ഹരിയാന തെരഞ്ഞെടുപ്പിനെ ഗൌരവത്തോടെയും ജാഗ്രതയോടെയും സമീപിക്കേണ്ടതിന്റെ പ്രാധാന്യം ഊന്നിപ്പറഞ്ഞ് ആം ആദ്മി നേതാവ് അരവിന്ദ് കെജ്രിവാൾ രംഗത്തെത്തി. തെരഞ്ഞെടുപ്പുകൾ അടുക്കുന്നു, അവയെ നിസാരമായി കാണരുത്, ഒരിക്കലും അമിത ആത്മവിശ്വാസം കാണിക്കരുതെന്നാണ് ഇന്നത്തെ തെരഞ്ഞെടുപ്പിൽ നിന്നുള്ള ഏറ്റവും വലിയ പാഠം. ഓരോ സീറ്റും കഠിനമാണ്. കഠിനാധ്വാനം ചെയ്യുകയും ചേരിപ്പോരുകൾ ഒഴിവാക്കുകയും വേണമെന്നായിരുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ പ്രതികരണം.